നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇങ്ങനെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ മുത്തുനബിയെ അവഹേളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ വരുന്നതിന് കുഴപ്പം ഇല്ല എന്ന് വരെ ഖത്മുൻ നുബുവത്തിന്റെ ഖാദിയാനി വിഭാഗത്തിന്റെ പ്രവാചകത്വ പരിസമാപ്തി ലംഘനവാദം ഇവരും ഉന്നയിക്കുന്നിടത്ത് വരെ എത്തിയതായ ചരിത്രം ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ മലയാളികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകം ഇന്നും വായിക്കാൻ കിട്ടും. തബ്ലീഗ് ജമാഅത്ത് വിമർശനം എന്തുകൊണ്ട് എന്ന്. കോഴിക്കോട്ടും പരിസരങ്ങളിലൊക്കെ പോകുമ്പോൾ, അതുപോലെ പുതുസ്റ്റാളുകളിലൊക്കെ പോകുമ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാരെ അത്തരം പുസ്തകങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ. അതുകൊണ്ടാണ് മൗലിദ് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഫത്താവ റഷീദിയയിൽ തബ്ലീഗ് ജമാഅത്തുകാരൻ പറഞ്ഞു മൗലിദ് ഓതാൻ പാടില്ല. അത് പാടില്ല എന്ന് പറഞ്ഞു മാത്രമല്ല, ഈ നാട്ടിലും നേരത്തെ സഖാഫി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തബ്ലീഗാരില്ലേ, ഓരോ വീട്ടിൽ മൗലിദ് നടക്കാറുണ്ടോ? അവരുടെ വീട്ടിൽ മൗലിദ് നടക്കാറുണ്ടോ? പെരുമ്പാവൂരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കാലം മൗലിദ് നടന്നിരുന്ന പള്ളിയിൽ അവരാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോ അവിടെയുള്ള മൗലിദ് ഇല്ലായ്മ ചെയ്യാനാണ് ആദ്യമായി അവർ ശ്രമിച്ചത്. എത്രയോ സംഭവങ്ങൾ സംബന്ധമായിട്ടില്ലേ? ഫത്താവ റഷീദിയയും അതുപോലെയുള്ളവരുടെ മക്തൂബാത്തും അവരുടെ തഖ്വിയത്തുൽ ഈമാനും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപക്ഷെ സാധാരണക്കാരായ നമുക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ അവർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ആശയം നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പച്ചയായ യാഥാർത്ഥ്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ശാലിയാത്തി നവ്വറല്ലാഹു മർഖദ തഖ്വിയത്തുൽ ഈമാൻ, ഈമാനിനെ ശക്തിപ്പെടുത്തുന്നത് എന്ന അവര് പേര് വെച്ച നാമകരണം ചെയ്ത കിതാബിനെ തഖ്വിയത്തുൽ ഈമാൻ, ഈമാനിനെ കരിച്ചു കളയുന്നത് എന്നാ പറഞ്ഞത്. എന്തേ കാരണം? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് കൈസ ആത്മീ ഥാ, എങ്ങനെയുള്ള മനുഷ്യനാണ്, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അച്ഛാ ആത്മീ എന്നാ പറഞ്ഞത്, നല്ല മനുഷ്യൻ എന്നാ പറഞ്ഞത്, ഉസ്കാ ഇത്തിഖാദ് ബഹുത് അച്ഛാ എന്നാ പറഞ്ഞത്. അയാളുടെ വിശ്വാസം വളരെ നല്ല വിശ്വാസമാണ്. ആരെ വിശ്വാസം? ഇബ്നു അബ്ദുൽ വഹാബിന്റെ വിശ്വാസത്തെ കുറിച്ചാ പറഞ്ഞത്. ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വിശ്വാസമാണ് ലോകത്തിന്ന് അനൈക്യത്തിന്റെ വിത്തുവാകാൻ ആക്കം കൂട്ടിയത്. ഇന്ത്യ രാജ്യത്ത് 1824 അൽ ഫൈറസിയ എന്നൊരു സംഘടന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കമായി ഇവിടെ അറിയപ്പെടുകയും ബിജാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉദയം ചെയ്യുകയും ചെയ്തപ്പോ ആ അൽ ഫൈറസിയ എന്ന് പറയുന്ന സംഘടന ഇവിടെ പറഞ്ഞതെന്താണ്? ഇസ്തിഗാസ ചെയ്താൽ ശിർക്കാകും എന്ന വിഷയമായിട്ടാണ്. അള്ളാഹുവോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. അവർ പ്രാർത്ഥന എന്നാ പറയാം. സാൽവേഷനോടനുബന്ധിച്ച് 2006 ഒരു പുസ്തകം, ഒരു പ്രസിദ്ധീകരണം ഇറക്കിയപ്പോ ആദ്യത്തെ ലേഖനം അവരുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മൗലവിയാണ്. AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതനാണ്. അയാളോട് ഇസ്കാല് ചോദിച്ചാലോ അയാളുടെ വിവരം പറയുകയും വേണ്ട. ഈ അടുത്ത് അയാളോട് ഇസ്കാല് ചോദിച്ചു, സംശയം ചോദിച്ചു. എന്താ സംശയം? ഖുതുബക്ക് നമ്മളെ പള്ളികളിൽ സ്വലാത്ത് ചെല്ലലുണ്ടോ? ആ സ്വലാത്ത് ചെല്ലലുണ്ട്. സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ഫർളാണോ? ഖുതുബയുടെ 5 ഫർളുകളിൽപ്പെട്ട ഒരു ഫർളല്ലേ സ്വലാത്ത് ചെല്ലല്? ആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബയിൽ ഒരൊറ്റ ഖുതുബയിലും സ്വലാത്ത് കാണുന്നില്ലല്ലോ. കാണണില്ലേ? എന്നാ ഫർള് എന്ന് പറയണ്ട. ഫർള് എന്ന് പറയണ്ടേ? അത് ശരി, എന്നാ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ചര്യയിലെ ഖുതുബയിൽ സലാത്ത് ഇല്ല എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫർളാണ്. ഇമാമുകൾ പഠിപ്പിച്ചതാണ്. നമുക്ക് ഇമാമിയങ്ങൾ മതി. ഖുർആനും സുന്നത്തും മാത്രം നോക്കുന്ന ആളുകൾ, ആ ആളുകൾ മറുപടി പറയേണ്ടതല്ലേ ഇത്? ഖുലഫാഉർ റാഷിദീൻ റബീഉൽ അവ്വലൊക്കെ ആയാൽ ആയിഷ ബീവി 48 കൊല്ലം ജീവിച്ചിട്ട് ഒരൊറ്റ നബിദിനം നടത്തിയിട്ടുണ്ടോ? അവർ ഒരു കാരക്കന്റെ കീറ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കിൻഡൽ കണക്കിന് അരി കൊടുക്കാമായിരുന്നു. അവർ ഒരു ഇറക്ക് പാല് കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് കിൻഡൽ കണക്കിന് കുലാബി കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. ഖുലഫാഉർ റാഷിദീകളുടെ ഖുതുബയിലെ സലാത്ത് കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലേ? എന്നാ ചെല്ലണ്ട. ആര്? ക്ലിപ്പുണ്ട്. ഒരു തലപ്പത്തിരിക്കുന്ന വണ്ടി ഈ അടുത്ത അയാളോട് വേറെ ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? അയാളോട് ചോദിച്ചു, തക്ബീറത്തുൽ ഇഹ്റാം എന്താ നിസ്കാരത്തിൽ? അത് ഫർള്. വജ്ജഹത്ത് എന്താവും നിസ്കാരത്തിൽ? അത് സുന്നത്ത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം നിർത്തിയിട്ടുണ്ട്, വജ്ജൂത്ത് നടത്തിയിട്ടുണ്ട്. ഒന്ന് ഫർളാണ്, ഒന്ന് സുന്നത്താണെന്ന് ആരാ പഠിപ്പിച്ചത്? എന്നാ അങ്ങനെ പറയണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഇന്നത് ഫർള്, ഇന്നത് സുന്നത്ത് എന്നൊന്നും പറയാൻ നിൽക്കണ്ട, കുലുമാൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അയാളെ മറുപടിയാണ്. ഇതൊക്കെ ക്ലിപ്പുള്ളതാണ്. ഒരു നിലവാരത്തിൽ ഒരു മറുപടി പറയാൻ കഴിയൂല. ഇപ്പൊ ഖുതുബ പരിഭാഷയെ കുറിച്ചിട്ട് അബുല്ലാല മൗദൂദി ഉണ്ടല്ലോ, അന റബ്ബുക്കുമല്ലാല, ഞാൻ വലിയ പടച്ചോനെന്ന് ഇയാൾ പറഞ്ഞിട്ടുള്ളൂ. ആര്? ഫിർഔൻ പറഞ്ഞിട്ടുള്ളൂ. പടച്ചോന്റെ വാപ്പ എന്നുള്ള വാദമായിട്ട് വന്നിട്ടില്ല. ഏതായിരുന്നാലും അബുല്ലാല മൗദൂദിയോട് ഒരിക്കൽ ചോദിച്ചു, ഈ ഖുതുബ പരിഭാഷ നടത്താൻ പറ്റുമോ? അപ്പൊ അയാളുടെ മറുപടി എന്താണ്? ഈ കാര്യം അഥവാ ഖുതുബ പരിഭാഷ, ഈ കാര്യം ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം. അഥവാ ചെയ്യലാണ് കൂടുതൽ ഉത്തമം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കേണ്ടതാണ്, അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. ചെയ്യൽ ഉത്തമം, ചെയ്യാതിരിക്കൽ ശരി. ഇതെന്താ പരിപാടി? കോയി അലമ കയറിയ പോലെ. അങ്ങനെ ഇവരുടെ ഏതാശയെടുത്താലും, ഇവരുടെ ഏതാദർശം എടുത്താലും മാറ്റിപ്പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞതല്ല നാളെ, നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ, പറഞ്ഞു വന്നതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുന്നു. അപ്പോഴാണ് ഹറമൈനിയിലുള്ള പണ്ഡിതന്മാർക്ക് കത്തെഴുതിയത്, മിർആത്തുൽ ഹറമൈനി എന്ന കിതാബ് ഉണ്ടാക്കിയത്. ആ കിതാബ് കാരണം, ആ കത്ത് കാരണം തബ്ലീഗിന്റെ നേതാക്കന്മാർക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ അൽ മുഹന്നദ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കിതാബ് അതിന് മറുപടി എഴുതി. അങ്ങനെ മറുപടി എഴുതി പലതും മറച്ചു വെച്ചെഴുതി. അങ്ങനെയാണ് വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ റാദ്ദുൽ മുഹന്നദ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കിതാബ് അതിന് മറുപടി എഴുതി. ആ മറുപടി എഴുതിയപ്പോ ദുയൂബന്ദെ ഉലമാഎ തഖി എന്ന് പറഞ്ഞിട്ട് അതിന് വേറെ മറുപടി എഴുതി. ആ മറുപടി എഴുതിയപ്പോ അതിന് ഖണ്ഡനം എഴുതി. ഇന്ന് വരെ അതിന് പിന്നെ മറുപടി ഉണ്ടായിട്ടില്ല. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. അതേ, നമ്മുടെ ഉസ്താദുമാരും അതുപോലെ കഴിഞ്ഞുപോയ ആളുകളും മുളയിലെ നുള്ളുക എന്ന് പറഞ്ഞതുപോലെ ഇത്തരം കക്ഷികൾ ഏതബദ്ധം ഉന്നയിച്ചാലും അതിന് മറുപടി പറയുകയും ഖണ്ഡനം നടത്തുകയും ചെയ്യും. അതുകൊണ്ടല്ലേ MCC മൗലവി എന്ന മുജാഹിദ് പണ്ഡിതൻ നിസ്കാരത്തിലുള്ള കൈകെട്ടിനെ കുറിച്ചൊരു പുസ്തകം എഴുതി. കൈകെട്ട് വണ്ടൂര് സദഖത്തുള്ള മുസ്ലിയാർ അതിന് മറുപടി എഴുതി. കെട്ടിനൊരു കൊട്ട്, തിരിച്ചെഴുതി കൊട്ടിനൊരു ചൊട്ട്, കുറിച്ചെഴുതി ചൊട്ടിനൊരു തട്ട്, വീണ്ടും എഴുതി തട്ടിനൊരു മുട്ട്, വീണ്ടും എഴുതി മുട്ടിനൊരു ചവിട്ട്. ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ അവറുകൾ അങ്ങനെ ഒരു ചവിട്ടങ്ങ് കൊടുത്ത് ആ വിഷയം അങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ എണീറ്റിട്ടില്ല. ഇങ്ങനെയാണ്. ഇങ്ങനെ എത്രയോ ചരിത്രങ്ങൾ കാണാം. ചെറിയ ചെറിയ വിഷയങ്ങളാണെന്ന് തോന്നിക്കും, പക്ഷേ സംഭവം വലിയ വിഷയങ്ങളാണ്. അതുകൊണ്ടല്ലേ മഹാനരായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് നിസ്കരിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഇരുന്ന ഉടനെ തന്നെ ദിക്ർ ചൊല്ലുന്നതിന്റെ മുമ്പ് ഒരാൾ എണീറ്റ് പോയപ്പോ അയാളുടെ തുണിക്കങ്ങ് പിടിച്ചു. ചൂടുള്ള പാറയിൽ നിന്ന് നായ എണീറ്റോടുന്നത് പോലെ നിസ്കരിച്ചു കഴിഞ്ഞാൽ എണീറ്റോടാനുള്ളതല്ല, ദിക്ർ ചൊല്ലിയിരുന്നോ എന്ന് പറഞ്ഞ് അന്ന് ഭരണത്തിന്റെ ഹുങ്ക് പറ്റി അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കെതിരെ ധിക്കാരത്തോടെ പെരുമാറിയിരുന്ന ഒരു മന്ത്രി അങ്ങ് എണീറ്റ് പോയപ്പോ അയാളുടെ പതിവിതായപ്പോ തുണിക്കങ്ങ് പിടിച്ചു. കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഇരുന്നില്ല എന്നതാണ് തെറ്റ്. ഉടനെ ആളുകൾ നിസ്കാരവും സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, എന്തിനാണ് ഈ ഒരു പ്രവർത്തനം? എന്തിനാണ് ഇത്ര ഗൗരവം? എന്തേ ഒരു സുന്നത്തിന്റെ വിഷയമല്ലേ ഉള്ളൂ? അതിനവിടുന്ന് മറുപടി പറഞ്ഞത് എന്താണ്? മിനദ്ദീനി കശ്ഫുൽ ഐബി അൻ കുല്ലി കാദിബി വഅൻ കുല്ലി ബിദ്ഇൻ അതാബിൽ മസായിബി. കളവ് പ്രചരിപ്പിക്കുന്ന ആളുകൾ, ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് ഖണ്ഡനം നടത്തലും അവർക്ക് മറുപടി പറയലും അവരെ മൂലക്കിരുത്തലും അത് സുന്നത്ത് ജമാഅത്തിന്റെ ബാധ്യതയാണ്. رجال المؤمنين لهدمت صوامع دين الله من كل جانب
ജാനിബി, കുറച്ചാൺകുട്ടികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദീനിന്റെ ഓരോ ആണിക്കല്ലുകളും എടുത്തു കൊണ്ടുപോവാനും പുഴക്കിക്കളയാനും ഇവിടെ രംഗത്താളുകൾ നോക്കിയിരിക്കുമായിരുന്നു എന്നല്ലേ. കാലത്തിന്റെ ഗതിവിഗതികൾക്ക് മാറ്റം വരുമ്പോ ഇവിടെ സംഭവിക്കാനിരിക്കുന്ന ആപൽകരമായ അവസ്ഥയുടെ ഒരു ചിത്രം ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന യമനിൽ വിശ്വാസത്തിന്റെ വിത്ത് വിതച്ച ബഹുമാനപ്പെട്ടവരവിടുന്ന് പറഞ്ഞില്ലേ, യദ്ഹബുദ്ദീനു സുന്നതൻ സുന്നതാ കമാ യദ്ഹബുൽ ഹബലു ഖുവതൻ ഖുവതാ. കയറ് പിരിയഴിഞ്ഞു പോകുന്നത് പോലെ, ഉറപ്പ് കുറഞ്ഞ് ക്ഷയിച്ചു പോകുന്നത് പോലെ ഈ ദീനിന്റെ ഓരോ സുന്നത്തും ഇവിടുന്ന് പുഴക്കി കൊണ്ടുപോകുന്ന കാലഘട്ടം വരും എന്ന് പറയുമ്പോ അതല്ലേ ഇവിടെ ബിദ്അത്തുകാർ ചെയ്യുന്നത്, അതല്ലേ ഇവിടെയുള്ള സുന്നത്തിനെ നിരാകരിക്കാൻ ഇത്തരം കക്ഷികൾ രംഗത്ത് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതാണ് അബൂ ഹനീഫ ഇമാം പറഞ്ഞത്, കുറച്ച് ആൺകുട്ടികൾ വേണം. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശം പ്രചരിക്കുകയും നടത്തുകയും ചെയ്യുന്ന നാട്ടുകാർക്കിടയിൽ ഈ സമുദായത്തിൽ അനൈക്യത്തിന്റെ വിത്തുവാകാമെന്ന് ആരെങ്കിലും കൊതിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വിദഅത്തുകാരെ മൂലക്കിരുത്തിയ ചരിത്രമേ സുന്നികൾക്ക് പറയാനുള്ളൂ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഇവിടെയുള്ള ബിദ്അത്തുകാർക്ക് സംഭവിച്ചത് മഹാന്മാരെ ധിക്കരിച്ചു എന്നതാണ്. എത്രത്തോളം തബ്ലീഗ് ജമാഅത്തുകാരുടെ സ്ഥാപനത്തിൽ വന്നിട്ടാണത്രേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറുദു പഠിച്ചത്. ഉറുദു പഠിക്കാന് എവിടേക്കാ വന്നത്? ദുയൂബന്ദിലെ ഒരു സ്ഥാപനത്തിലേക്ക്. എന്തും പറയാനോ, എങ്ങനെയും പറയാനോ. നാവില് ലൈസൻസ് ഇല്ലല്ലോ, പേനകൾക്ക് നിയന്ത്രണമില്ലല്ലോ. നിയന്ത്രണം വരുന്നൊരു കാലം വരും എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. നാളിതുവരെ നടന്നു വരുന്ന ആത്മീയമായ അന്തരീക്ഷങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ, അതിന് മഹാന്മാരുടെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ വരെ ഇത്തരം കക്ഷികൾ രംഗത്ത് വരുന്നതായി കാണാം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ സംസ്കാരം ഇല്ലായ്മ ചെയ്യാൻ എന്തൊക്കെ ഇവിടെ വരുന്നു. ഇപ്പൊ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാൻ ഖുർആൻ പാരായണം നിർവഹിക്കും. ആ ഖുർആൻ പാരായണം എന്ന സംസ്കാരം ഇല്ലായ്മ ചെയ്യാൻ തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു നേതാവ് സുബൈർ കൗസരി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്നു, നോക്കൂ നിങ്ങൾ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം സൂറത്ത് നജ്മിന്റെ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം പറഞ്ഞു, മരിച്ചുപോയ വ്യക്തിക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന ധാരാളം പ്രതിഫലാർഹമായ അമലുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സഹാബത്തിൽ നിന്നുമുണ്ടായ ധാരാളം അമലുകളുണ്ട്. ഒന്ന് ദുആ, മറ്റൊന്ന് സദഖകള്, അതേപോലെ തന്നെ ഹജ്ജ്, അതേപോലെ ഉംറ. ഇതൊക്കെ മരിച്ചുപോയ ആൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ അല്ലാഹു റസൂല് പറഞ്ഞു തന്നതുമായ അമലുകളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ സഹാബത്തിൽ നിന്നോ മരിച്ചുപോയ ആൾക്ക് ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്ന് കാണാത്ത ഉണ്ടാകാത്ത ഒരമലാണ് ഖുർആൻ ഓതി പാരായണം ചെയ്ത് ഹദിയ ചെയ്യുക എന്നുള്ളത്. അവ മുസ്ലിമീങ്ങളുടെ സംസ്കാരം. ആ സംസ്കാരം ഇല്ലായ്മ ചെയ്യാനാണ് തബ്ലീഗിന്റെ നേതാവ് ഇവിടെ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ധൈര്യം കാണിക്കുന്നത്. എന്താ പറഞ്ഞത്? മരിച്ചവരുടെ പേരിൽ ഖുർആൻ പാരായണം നടത്താൻ പാടില്ല. നബിയോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അതിനെ എതിർത്തിട്ടുണ്ട്. 3 ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഖുർആൻ പാരായണം നടത്തുന്നത്? ഖുർആൻ ഓതാൻ പറ്റുമോ ഇല്ലയോ? 1. ഖുർആൻ മുൻഗാമികൾ ഓതിയിട്ടുണ്ടോ ഇല്ലയോ? 2. ഓതിയത് കൊണ്ട് നേട്ടം ഉണ്ടോ ഇല്ലയോ? 3 വിഷയമാണ് ഇവിടെ പ്രധാനമായും വരുന്നത്. മഹാന്മാരായ സഹാബത്ത് ഓതിയിട്ടുണ്ടോ ഇല്ലേ? ഓതിയിട്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസയുടെ അടുക്കൽ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ എന്ന അവിടുത്തെ മദ്ഹ് ഉൾക്കൊള്ളുന്ന ആയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ വയതലഖൗന സഹാബത്ത് ഏറ്റെടുത്ത് ഓതി എന്ന് 3 സ്ഥലത്താ സഹീഹുൽ ബുഖാരിയിലുള്ളത്. ഖുർആൻ ഓതാൻ പാടില്ലെങ്കിൽ അവിടെ ഓത്ത് നടക്കുമായിരുന്നോ?
ഇല്ലേ? രണ്ടാമത് എന്റെ പ്രിയപ്പെട്ടവരെ, ജനാസംസ്കാരത്തിലില്ലേ, മയ്യിത്ത് നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ഫാത്തിഹ ഓതുന്നതിനെ കുറിച്ച് സഹീഹുൽ ബുഖാരിയിൽ അധ്യായം ബാബു ഖിറാഅത്തിൽ ഫാത്തിഹ അലൽ ജനാസ, ജനാസന്റെ പേരിൽ മയ്യിത്തിന്റെ പേരിൽ ഓതുക എന്നതാണ്. അത് നിസ്കാരത്തിലല്ലേ എന്നാ വഹാബികൾ പറയാറുള്ളത്. അപ്പൊ പാറ്റനെ തിന്നാൻ പറ്റൂല, മൈസൂര് പഴത്തിന്റെ ഉള്ളിൽ തിരികെ തിന്നാൻ പറ്റുമോ? ഇതിന്റെ ഉള്ളിൽ അങ്ങനെ പറ്റുമോ? മുൻഗാമികൾ ഓതിയിട്ടുണ്ടോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓതിയിട്ടുണ്ട്, വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. സഹാബത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഖബർ സിയാറത്തിന് വേണ്ടി പോകുമ്പോ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ സൂറത്തുർ റഅദിലെ ആയത്ത് ഓതിയിട്ടുണ്ട്. ഇതൊക്കെ ചരിത്ര കിതാബുകളിലില്ലേ? ഇതൊക്കെ തഫ്സീറുകളിലില്ലേ? ഇതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടാണ് നിരാകരിക്കുന്നത്. പിന്നെന്തിനാണ് ഓതുന്നത്? മറ്റൊരു വിഷയമാണ് ഓതുന്നത്. ഒന്ന്, മയ്യത്തിന് ഗുണം കിട്ടാൻ. രണ്ട്, റഹ്മത്തിറങ്ങാൻ. ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിറങ്ങും എന്നത് ഖുർആനിലുണ്ട്. മലക്കുകൾ വരും എന്നത് ഖുർആനിലുണ്ട്. റഹ്മത്തിറങ്ങും മലക്ക് വരും എന്നത് ഹദീസിലുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു സംഭവത്തിലുണ്ട്. ഒരുപാട് ചരിത്രം സംബന്ധമായിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മൂന്നാമത്തെ ആരോപണം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. ഇമാം ശാഫിഈ തങ്ങൾ ഖുർആൻ ഓതിനെ എതിർത്തിട്ടില്ല. وأحب لو قرئ عند القبر ودعا عقبها وليس في ذلك دعاء مؤقت. ഇന്ന സമയത്തെ ആകാവൂ എന്ന നിലക്കൊരു ഉപാധിയില്ലാത്ത രൂപത്തിൽ ഖുർആൻ ഓതുകയും പാരായണം നിർവഹിക്കുകയും ദുആ ഇറക്കുകയും ചെയ്യുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഖാല ശാഫിഈ വഅസ്ഹാബുഹു യുസ്തഹബു അൻ യുഖറഅൽ ഖുർആൻ വഇൻ ഖതമുൽ ഖുർആന കാന ഹസനാ. റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിൽ, ശറഹുൽ മുഹദ്ദബ് എന്ന കിതാബിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ നദ്വത്തുൽ മുജാഹിദീൻ സ്വർഗ്ഗത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൻ ഒരു ഗ്രന്ഥം എഴുതിയത് ഇമാം നവവി തങ്ങളുടെ പേരിൽ. ആ ഇമാം നവവി തങ്ങളാണ് പറയുന്നത് ശാഫി ഇമാമിന്റെ പേരിൽ. കഴിഞ്ഞില്ല. ഇമാം നവവി തങ്ങൾ നാളെ വഫാത്താവുകയാണെങ്കിൽ ഇന്ന് സലാർ ബിൻ അഹ്മദ് അൽ-ഉർദുബിലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് അവിടുന്ന് കിടക്കുമ്പോ ഇമാം നവവി തങ്ങൾ പറഞ്ഞു, എന്റെ ഉപ്പയോടൊന്ന് യാത്ര പറയണം, എന്റെ ഉമ്മയുടെ അടുക്കലേക്കൊന്ന് വരണം, എന്റെ ജീവിതത്തിലെ അവസാന മണിക്കൂറുകളാണ്, എന്നെയൊന്ന് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് ഇമാം നവവി തങ്ങൾ ബഹുമാനപ്പെട്ട സലാർ ബിൻ അഹ്മദ് തങ്ങളോടും മറ്റുള്ള ആളുകളോടും പറഞ്ഞു കൊണ്ടുപോയി. അവിടുന്ന് നവയിലുള്ള തന്റെ പിതാവിന്റെ മാതാവിന്റെ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയപ്പോ കിടന്നുകൊണ്ട് ഒരുപാട് ഖുർആൻ ഓതി ദുആയിരുന്നു എന്ന് അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ രേഖപ്പെടുത്തിയിട്ടില്ലേ? അതേ, ഇമാം ശാഫിഈ തങ്ങൾ ഖുർആൻ വിരോധിയാണെങ്കിൽ അവിടുന്ന് ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് യാസീൻ സൂറത്ത് ഓതിയിരുന്നു എന്നും ഒരാളും എതിർത്തിട്ടില്ല എന്ന് 3 ലക്ഷത്തോളം ഹദീസ് മനഃപ്പാഠമാക്കിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ തവാലി തഹ്സീസ് ഫീ മആലി ഇദ്രീസ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ശാഫി ഇമാമിനെ കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഖുർആൻ ഓതിയവരാണ്. റാസി തങ്ങൾ മുജദ്ദിദായിരുന്നു, ഇമാം റംലി തങ്ങൾ മുജദ്ദിദായിരുന്നു, ഇമാം ഗസ്സാലി തങ്ങൾ മുജദ്ദിദായിരുന്നു, ഇമാം ഇസ്ഫറായിനി തങ്ങൾ മുജദ്ദിദായിരുന്നു. 4 പേരും എന്റെ ഖബറിൽ ഖുർആൻ ഓതണം എന്ന് വസിയ്യത്ത് ചെയ്തവരായിരുന്നു. മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടിനെ ബിദ്അത്തിൽ നിന്നും മോചിപ്പിച്ച് സുന്നത്തിന്റെ സുസ്ഥിരമായ സംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർക്കാണ് ഈ വിഷയം പറയുന്നത്, പ്രയോഗിക്കുന്നത് തന്നെ. അങ്ങനെ മുജദ്ദിദല്ലേ റാസി ഇമാം? അവിടുന്ന് മകന്റെ പേരിൽ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടില്ലേ? വൈദാ വദഊനി ഫിൽ ലഹദി ഖറഉ അലയ്യ മിൻ ഇലാഹിയാത്തിൽ ഖുർആൻ. എന്നെ ഖബർ കൊണ്ടുപോയി വെച്ച നിങ്ങൾ ഖുർആൻ ഓതണേ എന്ന് ഇമാം റാസി തങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങളുടെ 3 വസിയ്യത്ത് കാണാം. അസ്സിംതുൽ ആലി ഫീ മആലി ഗസ്സാലി എന്ന് പറഞ്ഞ ഫീ മനാഖിബ് ഗസ്സാലി എന്ന കിതാബിൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് 3 വസിയ്യത്ത് ചെയ്തപ്പോൾ ഒന്നിതായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞുപോയ ഇമാമുകളൊക്കെ എങ്ങനെയായിരുന്നു? ഖുർആൻ പാരായണത്തെ വ്യക്തമായി എതിർക്കുകയാണ്. എന്നിട്ട് ഇമാമികളെ കൂട്ടുപിടിക്കുക ആര്? തബ്ലീഗ് ജമാഅത്തുകാർ. മുജാഹിദീങ്ങൾ പിന്നെ പറഞ്ഞത് മാതൃഭൂമി വായിക്കാൻ നല്ലത് എന്നാണ്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. നമ്മളൊക്കെ അത്തരം ക്ലിപ്പുകളൊക്കെ കണ്ടതാണ്.
ആ വിഷയം അവർക്ക് പിന്നെ എന്തും പറയാം. ഒരു പറയുന്നത് എന്താണ്, അള്ളാഹ്ക്ക് മലയാളം അറിയില്ല എന്ന് വരെ പറഞ്ഞിട്ടില്ലേ. ആർക്കും എന്തും പറയാം. സ്ത്രീധനം ഹറാമാണ് എന്ന് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ മുസീബത്ത് വരുന്ന അള്ളാഹ്ക്ക് എങ്ങനെ അറിയോന്നാ ചോദിച്ചത് സക്കരിയ സലാഹി. ഇന്ന് വലിയ വിഷയം പറയണ സക്കരിയ സലാഹി. നമ്മളെ മലപ്പുറത്തെ പഴയ കാരനോല് പറഞ്ഞു, ഒരു മനുഷ്യനായ 8 കാര്യം വേണം. എന്ത്? നാണോ മാനോ അന്തം കുന്തം മുസുറും പുളിയും നെലിയും വെലിയും. ഇത് ഇട്ടില്ലെങ്കിൽ യാതൊരു നിർവാഹമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒന്ന് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമല്ലല്ലോ. അപ്പൊ പറഞ്ഞു വന്നത്, ഇത്തരം ആളുകൾ വായിൽ വന്നത് കോതക്ക് പാട്ട് എന്നുള്ള പോലെ ഓരോന്നോരോന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ മാറ്റുക. അങ്ങനെ മാറ്റേണ്ടി വന്നതും മാറ്റി പറയാൻ പാടില്ല എന്ന് പറഞ്ഞതും അതിൻ്റെയൊക്കെ ചെറിയൊരു രൂപം നിങ്ങൾ കാണാം. ഇത് ദീനിന്റെ കാര്യമാണ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയക്കാരെ പ്രസംഗം പോലെ ഇന്ന് പറഞ്ഞ് നാളെ മാറ്റിപ്പറയാ, നാളെ പറഞ്ഞ് മറ്റന്നാ മാറ്റി പറയുന്ന വിഷയമല്ല, ഇത് ദീനിന്റെ വിഷയമാണ്. മുമ്പ് എഴുതിയതൊക്കെ വിഴുങ്ങിക്കൊണ്ട് സാധാരണക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തെങ്കിലും സംസാരിക്കരുത്. മുമ്പ് എഴുതിയതൊന്നും മറക്കാൻ പാടില്ല. ഈ രാഷ്ട്രീയക്കാരെ പോലെ മാറ്റി പറയാൻ പാടില്ല. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനവുമായി സുന്നികൾ 278 വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്റെ നിരീക്ഷണത്തിൽ വന്നത്. അവസാനത്തെ വിവാദം എന്താണ്? ഖുർആൻ ഓതിക്കഴിഞ്ഞ് സദഖല്ലാ മൗലാനല്ലദീ എന്ന് പറഞ്ഞാൽ നരകത്തിലാണ്. കഴിഞ്ഞ മാസത്തിന്റെ മേലത്തെ മാസം ഇറങ്ങിയ വാദം, ചെറിയ കുട്ടികൾക്ക് മധുരം കൊടുക്കുക എന്നുള്ളത് കഫക്കെട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് അന്നൊരു ശാസ്ത്രീയമായ വിഷയമൊന്നും അന്ന് കൂടുതൽ സ്ഥിരീകരിക്കപ്പെടാത്തത് കൊണ്ട് അന്നങ്ങനെ ശീലിച്ചു. അന്നത്തെ കുതിരത്താൽ എന്തോ അറിയില്ല, അന്നാണ് ശരിയായി. ഇന്നൊക്കെ ബാധകല്ല, നബിന്റെ കാലത്തേക്കേ ബാധകുള്ളൂ എന്നാണ്. മാർക്കം ചെയ്യൽ നിർബന്ധമാണ് എന്ന വാദം പേച്ച വിശ്വാസമാണ് എന്നാണ്. ഒറ്റൊക്കെ ഒരു ആക്സിഡന്റ് പറ്റിയത് ഏതാ ജാതി എന്ന് അറിഞ്ഞിരുന്നു, ഇനി അതിനും നിർവാഹമല്ല. ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. പണ്ട് പറഞ്ഞതിനെ എതിർക്കാൻ പറ്റുമോ? അൽ ഫൈറസിയ എന്ന സംഘടന ഇബ്നു അബ്ദുൽ വഹാബിന്റെ ശിഷ്യന്റെ ശിഷ്യൻ ഇന്ത്യ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോ സുന്നികളുമായി 5 വിഷയത്തിലാണ് തർക്കം. അത് വഹാബി മൂവ്മെന്റ് എന്ന സംഘടനയായി മാറിയപ്പോൾ 11 വിഷയത്തിലായി മാറ്റം. അത് അഹ്ലെ ഹദീസായി പരിണമിച്ചപ്പോൾ 14 വിഷയത്തിലായി തർക്കം. അത് നിഷ്പക്ഷ സംഘമായി മാറിയപ്പോൾ 16 വിഷയത്തിലായി തർക്കം. ഐക്യസംഘം എന്ന സംഘടന രൂപീകരിക്കുമ്പോൾ 17 വിഷയത്തിലായി തർക്കം. അത് 36 ആയപ്പോഴേക്ക് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അവരുടെ സംഘടനയ്ക്ക് ഇങ്ങനെ വളർന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഏകദേശം 20ലധികം വിഷയത്തിലായി. പിന്നീട് 40 ആയപ്പോൾ 51 വിഷയമായി. അങ്ങനെ ഓരോന്നിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അതെന്താ കുരുളകിന്റെ വില? ഇങ്ങനെ ദീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇതാണ് ഇത്തരം കക്ഷികൾക്കൊക്കെ പറ്റിയത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് 3 തലാഖും ഒന്നിച്ച് ചൊല്ലിയാൽ 73-ൽ ഒരു ചോദ്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞത് 3 ചൊല്ലിയാൽ ഏപ്രിൽ മാസത്തിലാട്ടോ, 3 ചൊല്ലിയാൽ 3 പോകുന്നതാണ്. ഒരു സെഞ്ചിയിൽ 3 തേങ്ങ ഇട്ടെടുത്താൽ 3 തേങ്ങയാണ്. 83 ഏപ്രിൽ വേറൊരാൾ ചോദിച്ചു. അത് ചോദിച്ചപ്പോഴോ അതിന് പറഞ്ഞു 3 തലാഖ് ഒന്നിച്ചെല്ലിയാൽ 1 പോകുള്ളൂ. ഒരു സെഞ്ചിയിൽ 3 തേങ്ങയെ കൂട്ടണമെങ്കിൽ അത് സെഞ്ചിന്ന് മാറ്റി 3 സെഞ്ചി ആക്കണം എന്നാ പറഞ്ഞത്. അഥവാ 1 ആയിട്ടേ കൂട്ടുള്ളൂ. ആ മാറിയതിൽ പെട്ടതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലീദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള പ്രകീർത്തനം 921-ൽ അത് സുന്നത്താണ്, 31-ൽ അത് സുന്നത്താണ്, 42-ൽ അത് സുന്നത്താണ്, അതുപോലെ 52-ൽ സുന്നത്താണ്. അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ എന്ന് മുജാഹിദുകൾ പറയുമ്പോ സുന്നികൾ പറയാറുള്ളത് എന്താണ്? മൗലിദ് കഴിക്കൽ നിങ്ങളും പതിവുള്ളതാ, 52-ന് ശേഷവും തുടരുന്നതാ. അൽ മുർഷിദിൽ ഇത് നോക്കിയാൽ കാണുന്നതാ, ഇർഷാദും ഇത് വ്യക്തമായി പറയുന്നതാ. സുഹൃത്തുക്കളെ ലത്തീഫ് മൗലവി പണ്ട് റബീഅത്തിൽ വഅളും നടത്തിയിട്ടുണ്ട്.
മനാറതിൽ നീ നോക്കിയാൽ കാണുന്നതാ പുറം 2 ലക്കം 9 വിവരിച്ചതാ. ഇങ്ങോട്ട് 2 പാടുമ്പോ 9 അങ്ങോട്ട് 8 അങ്ങോട്ട് പാടും. ഇങ്ങനെ എത്രയോ സംഭവങ്ങളില്ലേ മാറ്റിയത്. അതേ 948 സുബഹിക്കുള്ള ഖുനൂത്ത് പ്രവാചക ചര്യയായി അൽമനാറിന്റെ മരിക്കുവോളം ആജീവാനന്ദ എഡിറ്ററായ PK മൂസ മൗലവി പറഞ്ഞപ്പോ വ്യഭിചാരത്തിനേക്കാൾ വലിയ കുറ്റമായി 2003 മാർച്ചിലെ മിമ്പറിൽ വെച്ച് ബാലുശ്ശേരി എന്ന് പറയുന്ന മൗലവി ഇപ്പൊ പൊളിച്ചെഴുതിയപ്പോ മാറ്റി പറയാൻ പറ്റുമോ? മാറ്റി പറയാൻ പറ്റൂല എന്ന് അയാൾ പറഞ്ഞത്. അയാൾ എന്നെ മാറ്റി പറഞ്ഞത് അയാൾ എന്നെ പറയട്ടെ. അയാൾ എന്നെ മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞൊരു സംഭവം. ഈ സലാസുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവുന്നു. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. അപ്പൊ വിശ്വസിച്ച് നടന്നിരുന്ന അള്ളാഹു എനിക്ക് പുറത്തരട്ടെ. പൊന്നാരെന്നെ എങ്ങനെ പുറത്തരിക? കാരണം ഈ വിശ്വാസം വെച്ചുകൊണ്ട് എത്രയോ ആൾക്കാർ ആക്സിഡന്റിലും അല്ലാതെയും മരിച്ചില്ലേ? ഈ മരണപ്പെട്ട ആളുകളൊക്കെ അങ്ങനെ പോയവരല്ലേ? പിന്നെ അള്ളാഹു എനിക്ക് പുറത്തേർന്ന് ഇപ്പതുവർന്ന് കുംഭസരിക്കുക. അങ്ങനെ കുറെ കുംഭസാരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് ഓരോന്നോരോന്ന് മാറ്റി. അങ്ങനെ ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോവുകയല്ല. അഹ്ലുസുന്ന അതാണ് യഥാർത്ഥം. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ 21 നബിദിനം സുന്നത്താണോ 2012 സുന്നത്ത് തന്നെയാണ്. അന്ന് പഠിപ്പിച്ച ആശയം ഏതാണോ അത് തന്നെ ഇന്നുള്ളത്. അന്ന് പഠിച്ച വിഷയങ്ങൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരോന്നോരോന്നോരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്കല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങൾ ആചാരമായി നിലനിർത്തുക, സ്വാലിഹീങ്ങളുടെ വഴിയെ കൈയൊഴിക്കാതിരിക്കുക. അതാണ് കൈയൊഴിച്ചതാണ് ഇവിടെയുള്ള വിദേഹത്തുകാർക്കൊക്കെ പറ്റിയത്. പതബിലീഗുകാർ 70,000 ദിക്റെല്ലാം പാടില്ല എന്ന് ഒരു മൗലവി പറയുന്നത് നോക്കൂ നിങ്ങൾ. അതെ, എന്തായാലും 70,000 ദിക്ർ ചൊല്ലിയാലും 70 ദിക്ർ ചൊല്ലിയാലും ഇതൊന്നും നബിതങ്ങളുടെ ശരീരയിൽ പെട്ടതല്ല. അപ്പോ 70,000 ദിക്റോ 70 ദിക്റോ മരിച്ചോരെ പേരിൽ ചെല്ലാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലും. എന്തേ കാരണം? മരണപ്പെട്ടവരുടെ നല്ല വചനം ചൊല്ലാൻ മുത്തനബി പറഞ്ഞപ്പോ നല്ല വചനം എന്ന് പഠിപ്പിച്ചത് ഒന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ ഖുർആനാണ് നാം അത് ഓതുന്നു. 2 ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നാം ചൊല്ലുന്നു. ഇന്ന സമാഅ തുഫ്തഹു ലിദ്വാഇ ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ദുആ സ്വീകാര്യതയ്ക്ക്, പ്രാർത്ഥനാ ലബ്ധിക്ക്, ആകാശങ്ങൾ തുറക്കപ്പെടാൻ കാരണമാണ് എന്ന് ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. അതുകൊണ്ടാണ് നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത്. ഇബ്നു തൈമിയ്യ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഉപകരിക്കുമെന്ന് പറഞ്ഞു. അല്ലാമ തംബലാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ ഒരുപാട് വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട കഴിഞ്ഞുപോയി ഇന്നലകളിലെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു, ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിനൊക്കെ നിഷേധിച്ചിട്ടോ ഞങ്ങളൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ചില അപ്രിയ സത്യങ്ങൾ ഉണ്ടാകും. അത് നിങ്ങളൊക്കെ കേൾക്കണം, അതൊക്കെ ഉൾക്കൊള്ളണം എന്നൊക്കെയാണ് അയാൾ ആദ്യം പറയുന്നത്. അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. മയ്യിത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയുമ്പോൾ ചില അപ്രിയ സത്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്കോട്ട് വിഷമമല്ല, വിഷമിക്കേണ്ട ആവശ്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ പറയുകയോ പറഞ്ഞു തരികയോ ചെയ്യേണ്ട ആവശ്യമല്ല. കാരണം അവർക്കത് സംബന്ധമായിട്ട് വിവരമില്ല, ദീനിനെ സംബന്ധമായിട്ട് വിവരമില്ല, അവരുടെ നേതാക്കന്മാരെ കുറിച്ച് വിവരമില്ല. അങ്ങനെ തന്നെയാണ്. ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് മുളച്ച തവരകളായി നീട്ടിയ വാലും നീട്ടിയ താടിയുമായി നടക്കുന്ന പ്രിയപ്പെട്ടവരെ താടിയെ വിമർശിക്കുന്നില്ല, തലപ്പാവിനെ വിമർശിക്കുന്നില്ല. പക്ഷേ ചോദിക്കട്ടെ, നിസ്കാരം ഖളാ വീട്ടുന്നവരുണ്ടോ? അതിൽ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള നിസ്കാരം ഖളാ വീട്ടുന്നവരുണ്ടോ? പിന്നെ എന്ത് തബ്ലീഗിന്റെ വിഷയമാണ്? അതുപോലെ തന്നെ വിശ്വാസ സംബന്ധിയായിട്ടുള്ള സംസ്കരണം നടത്തുന്നുണ്ടോ? നിസ്കരിക്കണം കണാരനെ കണ്ടപ്പോഴും നിസ്കരിക്കണം എന്ന് അറിയേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു അബദ്ധങ്ങൾ എഴുന്നള്ളിപ്പിക്കാം. എന്നിട്ട് കുറെ കഴിയുമ്പോഴാണ് സുന്നി ആചാരങ്ങളിൽ നിന്ന് പതുക്കെ മാറ്റുക.
അവരുടെ പ്രസിദ്ധീകരണങ്ങളും ഓരോ ഗ്രന്ഥങ്ങളും എടുത്തു നോക്കിയാലേ, എന്നിട്ട് ഇങ്ങനെയുള്ള ആശയങ്ങളിലേക്ക് പ്രവേശിച്ച് ആകല്ലാതെ രക്ഷല്ല. യഥാർത്ഥ വിജയിക്കാനുള്ള മാർഗം തെബിലീഗ് ജമാഅത്ത് ആകലാണെന്നാണ് വേറെ തെബിലീഗിന്റെ മറ്റൊരു പ്രായം ചെന്ന ഇവരുടെ സംസ്ഥാന അമീറായി അറിയപ്പെടുന്ന ഒരു വ്യക്തി പറയുന്നത്. അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. നഷ്ടപ്പെട്ടു പോയ ദീൻ തിരിച്ചു കിട്ടണമെങ്കിൽ ഇതര പ്രസ്ഥാനങ്ങളെയും ഇതും പഠിച്ച സ്ഥിതിക്ക് തബ്ലീഗിന്റെ മാർഗം സ്വീകരിക്കല്ലാതെ വേറെ യാതൊരു വഴിയില്ല. അപ്പൊ തബ്ലീഗിന്റെ മാർഗം സ്വീകരിക്കല്ലാതെ യാതൊരു വഴിയില്ല. എന്ത് രക്ഷപ്പെടണമെങ്കിൽ ഏത് തബ്ലീഗിക്ക്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കുന്ന, തവസ്സുലും ഇസ്തിഗാസയും ശിർക്കെന്ന് പറയുന്ന, മൗലിദോദാൻ പാടില്ല എന്ന് പറയുന്ന, 70,000 ദിക്ർ ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന, തെൽഖീൻ ചൊല്ലുന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് പറയുന്ന, ഇങ്ങനെയുള്ള കുറെ സുന്നത്തുകളെ വിമർശിച്ച് ആചാരങ്ങളെ നിരാകരിക്കുന്നവരിൽ കൂടണത്രേ. എന്നാ വല്ല വിവരം ഒരുക്കുണ്ടോ? ഇപ്പൊ ഒരു മയ്യത്തിനെ താടി കെട്ടി കൊടുക്കണ തന്നെ നോക്കിക്കോ നിങ്ങൾ. ഒരു മൗലവി മയ്യത്തോട് ഇങ്ങോട്ട് കെട്ടിയിട്ട് അവസാനം കെട്ട് കൂടുന്നില്ല, അപ്പൊ അത് സുന്നത്തില്ലാണ്ട് ഒറ്റ വെച്ചാല. ചില താടിയല്ലുകൾ, ചില മയ്യത്തുകളുടെ താടിയല്ലുകൾ എത്ര ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാലും എന്താവൂല, കൂടൂല. ഈ സന്ദർഭത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നാടെവിടെ ഇങ്ങനെ കൂടാതെ വരുമ്പോ പിന്നെ എന്ത് ചെയ്യുക എന്നുള്ള, പിന്നെ കൂട്ടി വെച്ചതിന് ശേഷം താടിയെല്ലിനോട് ചേർത്ത് ഈ നാട കെട്ടുക എന്നുള്ളതാണ്. നോക്കിക്കോളി, ഈ കെട്ട് സുന്നത്തൊന്നുമല്ല. ഇല്ല, അങ്ങനെ കെട്ടൽ സുന്നത്തുമില്ല. പിന്നെ ഇയാള് ഇങ്ങനെ കെട്ടിയിട്ട് കെട്ട് ഫിറ്റാകണില്ല. അങ്ങനെ ഫിറ്റാവാതിരുന്നപ്പോ ചെവിന്റെ പിന്നെ കൂടെ ഒക്കെ കെട്ടിക്കണത് ഒരു ജീവുള്ള ആളെ കുളിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അയാൾ മരിച്ചാത്തത് ഭാഗ്യം, കാരണം കയറൊക്കെ. പക്ഷേ മയ്യത്തിന്റെ താടി കെട്ടുക എന്നുള്ളത് സുന്നത്താണ്. അതെല്ലാ കിതാബിലുള്ളതാണ്, മഹാന്മാര് പഠിപ്പിച്ചതാണ് അല്ലേ. താടി കെട്ടണം എന്നുള്ളത് അത് സുന്നത്തുകളിൽ എണ്ണിയതാണ്. പക്ഷെ കെട്ടിയത് മുറുകാതിരുന്നപ്പോ, സക്സസ് ആവാതിരുന്നപ്പോ അത് സുന്നത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയാണ്. ഇങ്ങനെയുള്ള വിവരാണ് ഇത്തരം ആളുകൾക്കുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇവരെ പോലെയുള്ള ആളുകളാണ് ഈ ദീൻ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. താടി കണ്ടുകൊണ്ട് നാം തെറ്റിദ്ധരിക്കരുത്, തലപ്പാവ് കണ്ടുകൊണ്ട് നാം തെറ്റിദ്ധരിക്കരുത്. ഖാദിയാനികളുടെ തലപ്പാവും താടിയും ഇതിലും ഉഷാറല്ലേ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കാലം വരുന്ന ഇത്തരം ഹൽഖകളുമായി പോകുന്ന ചില ആളുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കം ലിഹിയത്തിൻ ത്വാലത്ത് അലാ ദഖനി ജാകിലി വമാ തഅതഹു ഇല്ലൽ ഖബാവതു വൽ ജകിലു. താടി നീട്ടിയത് കൊണ്ടാകില്ല, മൂല്യമുള്ള താടിയാവണം. അതേ ഇൽമിന് വേണ്ടി ചെലവഴിക്കണം, ഇൽമിന്റെ മേഖലയിൽ പ്രവർത്തിക്കണം, ആ നിലക്കായിരിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അള്ളാഹുവിന്റെ ദീനിനെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഈ ദീനിനെ സംബന്ധിച്ചിടത്തോളം, ഇതിന്റെ ആചാരങ്ങളിൽ നിന്ന് സമുദായത്തെ അകറ്റാനുള്ളൊരവസ്ഥ നമ്മുടെ നാടുകളിലും സമൂഹത്തിലും ഇവിടെ രംഗത്ത് വരുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളുമായി നാം മുന്നോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറായ മേഖലയിലൂടെ സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബിദ്അത്തുകാർക്കെതിരെ സന്ധിയില്ല സമരം നടത്തല് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്താകുന്ന സമയം പ്രിയപ്പെട്ട ശിഷ്യന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് മന്ത്രിക്കുമ്പോ എന്തായിരുന്നു? അല്ലാഹുമ്മ അൽഇനിൽ മുബ്തദിഅ, അല്ലാഹുവേ മുബ്തദികളെ ലഅനത്ത് ചെയ്യണേ എന്നായിരുന്നു അവിടുന്ന് ദുആ ഇരുന്നിരുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അനന്തരാവകാശ വിഷയത്തിൽ അവഗാഹം നേടി ഫാരിൽ എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ട അബൂ നുഐമുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു പൊട്ടക്കിണറ്റിൽ വെച്ച് ഷഹീദായത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്. ഇബ്നുൽ അസീർ
തഫ്സീർ എന്ന് പറയുന്ന പണ്ഡിതൻ നിഹായ എന്ന് പറയുന്ന ഹദീസിന്റെ പദങ്ങളെ വിശദീകരിക്കുന്ന കിതാബ് എഴുതിയത് പൊട്ടക്കിണറ്റിൽ വെച്ചായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഹനഫി മദ്ഹബിലെ പണ്ഡിതനായ ബഹുമാനപ്പെട്ട സറഖ്സി റളിയല്ലാഹു അൻഹു കിതാബുൽ മബ്സൂത്ത് എന്ന കിതാബ് എഴുതിയത് അവിടുന്ന് പൊട്ടക്കിണറ്റിൽ വെച്ചായിരുന്നു. എന്തേ സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടതിന്റെ പേരിലല്ല, മറിച്ച് അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പറഞ്ഞതിന്റെ പേരിലാണ്. അതാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകളുടെ ചരിത്രം. ഒരൊറ്റ സംഭവം പറഞ്ഞു നിർത്തട്ടെ. കേട്ടിട്ടില്ലേ അബൂ നസ്റിൽ ഖിസാഇ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ അഖിലു സുന്നയുടെ ആശയം പറഞ്ഞതിന്റെ പേരിൽ, അന്നുള്ള പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ അന്നുള്ള ഏതോ ഭരണാധികാരി തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചൊരുത്തി ഭ്രാന്തുള്ള ആശയത്തിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞപ്പോ അചഞ്ചലമായ തൗഹീദിനുടമയായ ആദർശത്തിനുടമയായ അബൂ നസ്ർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പ്രകോപനങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ ഉൾക്കൊണ്ട ആശയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അരയിലുള്ള വാളെടുത്തുകൊണ്ട് അബൂ നസ്ർ തങ്ങളുടെ ഉടലിൽ നിന്ന് ശിരസങ്ങ് വേർപ്പെടുത്തി. എന്നിട്ട് മറ്റുള്ളവർക്ക് കാണാൻ കണ്ണാടി ചില്ലിന്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ടോ മഗ്രിബിന്റെ സമയമായപ്പോ യസ്തഖ്ബിലുൽ ഖിബ്ലത യഖറഉ സൂറത യാസീൻ, ഈ തലയങ്ങ് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് യാസീൻ സൂറത്ത് പാരായണം ചെയ്തു. 3 ദിവസം ഇത് ആവർത്തിച്ചു എന്ന് ഇബ്നു കസീർ പോലും രേഖപ്പെടുത്തുമ്പോൾ അവരല്ലേ മഹാന്മാർ, അവരല്ലേ കറാമത്തുള്ളവർ, അവരല്ലേ ജീവിതം നയിച്ചവർ, അവരല്ലേ മുൻഗാമികളായി നമുക്ക് പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങൾ. ബഹുമാനപ്പെട്ട ഔസാഇ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ, ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇത് കാണാം. അഹ്മദ് അൽ വറാഖ് തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കാണാം. ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. സമയത്തെ മൂല്യവത്തായി കണ്ടവരാണ്, ദീനിന് വേണ്ടി ജീവിച്ചവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം കർമ്മപരമായ വിഷയങ്ങളിൽ കണിശതയോടുകൂടെ, അനുഷ്ഠാനങ്ങളിൽ ശുഷ്കാന്തിയോടുകൂടെ ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മരിക്കുമ്പോൾ റാഹത്ത് വേണം. അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിൻ, വിശ്വാസിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രസന്റേഷനാണ് മരണം. അതുകൊണ്ട് റബ്ബിൽ ലയിച്ചുകൊണ്ടാവണം, വുളൂഓടുകൂടെയാവണം, റബ്ബ് പൊരുത്തപ്പെടുന്ന രൂപത്തിലാവണം. ആ നിലക്ക് മരിക്കാൻ സാധിക്കണം. തഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. ഓരോ സെക്കൻഡുകളും ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഖബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിന്തയോടുകൂടെ ജീവിക്കുകയും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നിലകൊള്ളുകയും ആശയ ആദർശ ആചാര അനുഷ്ഠാന കർമ്മ വിശ്വാസങ്ങളിൽ സ്വാത്വികരായ സലഫു സ്വാലിഹീങ്ങൾ സഞ്ചരിച്ച, പൂർവീകരായ ആളുകൾ സഞ്ചരിച്ച ആ മഹിതമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാൻ അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യജമാനനായ റബ്ബേ, ഈ മഹത്തായ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹ്.